ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു ബി.ജെ.പിയെ പറ്റിയിട്ട്. ആ ബി.ജെ.പി ജയിക്കാൻ സാധ്യതയുള്ള ഒരു 13 മണ്ഡലവും ആ ത്രികോണ മത്സരം നടക്കുന്ന ഒരു 45 മണ്ഡലം, അതിനെ പറ്റിയുള്ള വീഡിയോ കണ്ടിരുന്നു. ഓക്കെ. ഉത്തരേന്ത്യയിൽ ശക്തമായി ഭരണം നടത്തുന്നുണ്ട് ബി.ജെ.പി. എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി.ജെ.പിക്ക് വളർച്ചയില്ലാത്തത്, ഇവിടെ വേര് പിടിക്കാത്തത്? അതൊന്നും അറിയാനാ. അതിന് നമുക്ക് ചോദ്യം ബെസ്റ്റാണ്. കാരണം ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങൾ തുടർച്ചയായിട്ട് ബി.ജെ.പി ഭരിച്ചുകൊണ്ടിരിക്കുന്നു, കേരളത്തിൽ സാധിക്കുന്നില്ല. പക്ഷെ അത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് ഇതുവരെ അധികാരം പിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ കർണാടകത്തിൽ ബി.ജെ.പി അധികാരം പിടിക്കുകയാണെങ്കിലും എപ്പോഴും തുടർച്ചയായിട്ട് ഉത്തരേന്ത്യയിൽ പോലെ വരുന്നില്ല. പിന്നെ നമ്മൾ ആന്ധ്രയിലോ അതുപോലെ തെലുങ്കാനയൊക്കെ നോക്കിയാലും ബി.ജെ.പിക്ക് എന്ത് സംഭവിക്കുന്നില്ല, ഒരു തുടർ ഭരണ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ പോലെ ഭരിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ പലതുണ്ട്. എങ്കിലും നമ്മളുടെ വീക്ഷണത്തിലുള്ളൊരു കാരണം പറയാം. ആ കാരണം ആവണമെന്നില്ല, പക്ഷെ നമ്മുടെ ഇടുങ്ങിയ ഒരു ചിന്തയിൽ നിന്ന് വരുന്ന ഒരു തോന്നലാണ്. കാരണം ഇന്ത്യയിൽ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഇവിടെ കണ്ടമാനം സുൽത്താന്മാരുടെ ഭരണങ്ങളുണ്ടായിരുന്നു. ഈ ഭരണങ്ങളൊക്കെ ഭൂരിപക്ഷം നടന്നുള്ളത് ഉത്തരേന്ത്യയിലായിരുന്നു. ശരിക്കും ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ ശരിക്കും വന്നു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മ, കൊച്ചി രാജാവ്, ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ അതുപോലെ തമിഴ്നാട്ടിൽ ഒക്കെ വ്യത്യസ്ത രീതിയിലുള്ള ഉത്തരേന്ത്യ പോലെ ആയിരുന്നില്ല ദക്ഷിണേന്ത്യയിൽ ഭരണങ്ങളുണ്ടായിരുന്നത്. കാരണം ഉത്തരേന്ത്യയിൽ ഒരു സർവമായി എന്താ പറയുക, സുൽത്താന്മാരുടെ ഭരണത്തിൻ്റെ കീഴിലും ശരിക്ക് കാലങ്ങളായിട്ട് അവർ അടക്കി ഭരിച്ചിരുന്നു. അതേപോലെ തെക്കേ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ശരിക്കും പറഞ്ഞാൽ വളരെ കുറവായി ഉണ്ടായിട്ടുള്ളൂ. കർണാടകത്തിൽ തന്നെ ടിപ്പു ഹൈദരാലിയാണ് കുറച്ച് നാൾ ഭരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ചെറിയൊരു ചലനം കർണാടകത്തിൽ നമ്മൾ കാണാൻ പറ്റുന്നു. അപ്പോൾ തമിഴ്നാട്, കേരളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുൽത്താന്മാരൊന്നും അങ്ങനെ കാര്യമായിട്ട് ആധിപത്യത്തിൽ ഭരണത്തിൽ വന്നിട്ടില്ല. അതിൻ്റെ ഒരു ചേഞ്ചസ് ശരിക്ക് ഉത്തരേന്ത്യയും തെക്കേന്ത്യയും തമ്മിലുള്ള വ്യത്യാസത്തിലുണ്ടെന്ന്. പിന്നെ കേരളത്തിൽ നമ്മൾ ഉത്തരേന്ത്യയിൽ പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 45-46% ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്. പുരുഷ സമുദായത്തിൻ്റെ വോട്ട് നോക്കുമ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങളും ഏകദേശം ഒപ്പമാണ്. അതൊരു വലിയൊരു ഘടകമാണ്. ഇപ്പം നമ്മൾ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഒറീസ പോലെയുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഭൂരിപക്ഷ സമുദായം ഒരു 80-85-90% വോട്ടാണ് ശരിക്ക് നിലവിലുള്ളത്. പക്ഷെ ആ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ അവസ്ഥ അങ്ങനെയല്ല. കാരണം ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷ സമുദായം നമ്മുടെ വോട്ടിൻ്റെ ഇതിൽ കാര്യമായിട്ട് ഒരു അടുത്തടുത്ത് നിൽക്കുന്ന അവസ്ഥയാണ്. അതൊരു ചെറിയൊരു രണ്ടാമത്തെ ഒരു ഘടകമാണ്. പിന്നെ മൂന്നാമതായിട്ട് നിൽക്കുന്ന കാര്യം കഴിഞ്ഞാൽ ഈ പൊതുവെ കേരളത്തിൽ ഈ RSSൻ്റെ ശക്തിയായിട്ട് ഈ ശാഖകളും പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും അത് കൂടുതലും ഉയർന്ന വിഭാഗം ആളുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയിലാണ് കൂടുതൽ വരുന്നത്. താഴെ തട്ടിൽ ഒരു എന്താ പറയുക, നമ്മൾ നമ്മുടെ ഇവിടെ ജാതി വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കേരളത്തിൽ. അപ്പോൾ അതിൽ ഏറ്റവും അടിത്തട്ടിലുള്ള ഹിന്ദു സമുദായത്തിലെ അടിത്തട്ടിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ RSSൻ്റെ പ്രവർത്തനങ്ങൾക്കൊന്നും എത്തിച്ചേരാനായിട്ട് തുടക്കകാലം തൊട്ടുകൂടെ കഴിഞ്ഞിട്ടില്ല. ഇതിനോടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ശക്തിയുള്ള അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ തട്ടിട്ടുള്ള വോട്ടുകളായിരുന്നു. പിന്നെ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്, പണക്കാട്ട് കുടുംബം. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു മിതവാദ സമീപനം എടുക്കുന്നൊരു വിഭാഗമാണ്. കാരണം നമ്മളൊരു ബാബറി മസ്ജിദ് വിഷയം, പിന്നെ പല തീവ്രമായ മതവർഗീയത ആളിക്കത്താവുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുള്ള സമയത്തൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രസ്ഥാനം ഒരിക്കലും ഒരു വർഗീയ ലെവലിലേക്ക്, വർഗീയമായി ചിന്തിക്കുന്ന തരത്തിലേക്ക്, ജനങ്ങളെ ഡിവൈഡ് ചെയ്ത് പോകുന്ന തരത്തിലേക്ക് അവരുടെ ഭാഗത്തുനിന്നൊരു സമീപനം ഉണ്ടായിട്ടില്ല.
അത് കേരളത്തിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയമായ ഒരു ചേരിതിരിവ് ഉണ്ടാവാതിരിക്കുന്നതിനാണ് വലിയൊരു കാരണം ഉണ്ടായിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് നമ്മൾ വഖഫ് വിഷയം അല്ലെങ്കിൽ ഹമാസ് വിഷയം അങ്ങനെ പല വിഷയത്തിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദ നിലപാടുള്ള ആളുകൾ കൂടുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഹൈജാക്ക് ചെയ്ത് വരുന്ന രീതിയിലുള്ള അവസ്ഥകളിലേക്ക് വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യം വരുമ്പോൾ ഒരുപക്ഷെ BJPക്ക് അനുകൂലമായിട്ട് മാറാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മിതവാദ നയം, നമ്മൾ ഓരോ വിഷയത്തിലും മിതവാദ സമീപനമായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോകുന്നുണ്ട്. തീവ്രവാദ ലൈനിലേക്ക് പോകാനായിട്ട് കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന എന്താ പറയുക ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് സാധിക്കാത്തൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനാണ് അതിൻ്റെ ക്രെഡിറ്റ്. അപ്പോൾ അവരുടെ ശക്തി ക്ഷയിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തീവ്ര ആശയക്കാർ കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളിന്മേൽ ആധിപത്യം സ്ഥാപിക്കുകയാണെങ്കിൽ ആ സമയത്ത് സ്വാഭാവികമായിട്ട് BJPക്ക് കുറച്ചും കൂടി അനുകൂലമായ സാഹചര്യം ഉണ്ടായിരിക്കും. ആ സാഹചര്യം ഇത് ഇത്രയും കാലമായിട്ട് അത്തരം ഒരു സാഹചര്യം കേരളത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു തീവ്രമായ എന്താ പറയുക ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും കേരളത്തിൽ ശക്തി പ്രാപിക്കാത്തതിൻ്റെ യഥാർത്ഥ കാരണം. പിന്നെ ഇവിടെയുള്ള ഇടതുപക്ഷ മുന്നണിയാണെങ്കിലും വലതുപക്ഷ മുന്നണിയാണെങ്കിലും ഒരു പരിധിവരെ എല്ലാ സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കക്ഷികളാണ്. NSS, SNDP, സമസ്ത, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ സാമുദായിക സംഘടനകൾ തമ്മിൽ കാര്യമായിട്ട് സ്പർദ്ധകളില്ല. ഒരു വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം കേരളത്തിലെ പൊതുസമൂഹങ്ങൾ തമ്മിലില്ല. പിന്നെ രണ്ടാമത് ഇവിടെ ഏറ്റവും അവസാനമായിട്ട് പറയാൻ മെയിൻ കാര്യം, ഇവിടെ ഭൂരിപക്ഷം കോളേജുകൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകളൊക്കെ ഒരു നടത്തിക്കൊണ്ടുവരുന്ന കൂടുതൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. അപ്പോൾ ഇവിടെ എല്ലാ ആളുകളും കൂടുതലും പഠിച്ചു എന്നുള്ളത് ക്രിസ്ത്യാനികളുടെ കോളേജുകൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ ഇതായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീവ്ര ശൈലിയിലുള്ള ആളുകൾക്ക് ചെറുപ്പം മുതൽ തന്നെ വളർന്നു വരാനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്തായിട്ടാണ് അല്പം എന്താ പറയുക കേരളത്തിൽ തീവ്ര ആശയക്കാരുടെ ശക്തി വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ തീവ്ര ആശയക്കാർ ശക്തി പ്രാപിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ BJPക്ക് കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടാവാം. സാവധാനം. പക്ഷെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ശക്തി സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുകയും ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ശക്തമായി നിലകൊള്ളുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു 5-10 വർഷം കൂടി കേരളം ഈ സാഹചര്യത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. അതിന് ശേഷമുള്ള കാര്യം നമുക്ക് അപ്പം തീരുമാനിക്കാനേ പറ്റുള്ളൂ. ഇപ്പം ഞാനൊരു 5-8 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല എന്ന് കേരളത്തിൽ BJPക്ക് അധികാരത്തിൽ വരാൻ സാധിക്കാത്തത്. ഇത്രയും പല ഘടകങ്ങളുണ്ടെന്ന് ഈ എല്ലാ ഘടകങ്ങളും പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. അതൊന്നും ശരിയാവണമെന്നില്ല. ഇനി എന്തെങ്കിലും ഇതിനെ പറ്റി ചോദിക്കാനുണ്ടോ? സംശയം ചോദിക്കാനുണ്ടോ? വേറൊന്നും ചോദിക്കാനില്ല.